നാൽപ്പത്തിയാറാം സങ്കീർത്തനം 1-ാം വാക്യം നമുക്കേറെ സുപരിചിതമാണ്. മിക്ക സമയങ്ങളിലും നാം അത് വായിക്കുകയും ധ്യാനിക്കുകയും ആശ്വസിക്കുകയും ഒക്കെ ചെയ്യാറുള്ള വേദഭാഗമാണല്ലോ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കോരഹപുത്രന്മാരുടെ ഈ സങ്കീർത്തനം അവരുടെ അനുഭവങ്ങളിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള സങ്കീർത്തനമാണ്. അനുഭവങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ അധ്യാപകർ എന്ന് പറയുന്നത്. പല കാര്യങ്ങളും നാം പഠിക്കുന്നത് അനുഭവങ്ങളിലൂടെയാണ്. നമ്മുടെ ശൈശവത്തിൽ പോലും നാം പലതും അഭ്യസിക്കുന്നത്, നാം നടക്കാൻ പഠിക്കുന്നത്, ഓടാൻ പഠിക്കുന്നത്, കുഞ്ഞായിരിക്കുമ്പോൾ നാം പല കാര്യങ്ങളും അഭ്യസിക്കുന്നത് എല്ലാം അനുഭവങ്ങളിലൂടെയാണ്. അങ്ങനെ അനുഭവങ്ങളാണ് നമ്മെ തികഞ്ഞ ഒരു വ്യക്തിയാക്കി മാറ്റുന്നത്. അനുഭവ സമ്പത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള അനുഭവ സമ്പത്ത് നമ്മെ വളരെ വലിയ പക്വതയുള്ള, അറിവുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുകയാണ്. നമുക്ക് ഒരു വ്യക്തിയോട് ഇടപെടുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഈ ആള് അനുഭവ സമ്പത്തുള്ള ആളാണോ എന്നുള്ളത്. അനുഭവ സമ്പത്തില്ലാത്ത വ്യക്തിയാണ് അപക്വമായ കാര്യങ്ങൾ ചെയ്യുന്നതും പറയുന്നതും. അങ്ങനെയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ വ്യക്തി അനുഭവ സമ്പത്തില്ലാത്ത ആളാണ്. അതുകൊണ്ട് അനുഭവങ്ങളാണ് നമ്മെ തികഞ്ഞവനാക്കുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്: സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. നോക്കുക, കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി എന്നാണ് കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അനുഭവങ്ങളാണ് ഒരു വ്യക്തിയെ തികഞ്ഞവനാക്കുന്നത്, അറിവുള്ളവനാക്കുന്നത്, പക്വതയുള്ളവനാക്കുന്നത്. കോരഹപുത്രന്മാർ തങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, വലിയവനായ ദൈവം കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. നമുക്കറിയാം, നമ്മുടെ അരികിൽ നമ്മോട് കൂടെ നമ്മുടെ സഹായത്തിനായിട്ടുള്ള ധാരാളം ആളുകൾ, ഒരുപക്ഷെ നമ്മുടെ സ്വന്തക്കാരായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, അയൽപക്കക്കാരായിരിക്കാം. അങ്ങനെ പലരും നമ്മുടെ സഹായത്തിനായി നമ്മുടെ അരികിലൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഈ സഹായത്തെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ 3 നിലകളിൽ അതിനെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്ന്, നമുക്ക് സഹായം നൽകുന്ന ആളുകളുണ്ടാകാം. രണ്ടാമത്, നമുക്ക് അല്പം കൂടെ സഹായത്തിനായി നമ്മുടെ അരികിൽ വരികയും നമ്മോട് സഹകരിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ടാകാം. മൂന്നാമത്, ഏറ്റവും അടുത്ത് ഒരു ഇന്നർ സർക്കിൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന നിലയിൽ നമ്മെ സഹായിക്കുന്ന, നമ്മോട് ഏറ്റവും അടുത്തുള്ള ആളുകളും ഉണ്ടാകാം. ദൈവവചനം നമ്മെ പരിചയപ്പെടുത്തുന്ന വലിയവനായ ദൈവം ഈ മാനുഷികമായ സഹായങ്ങൾക്കൊക്കെ അപ്പുറമായി, മാനുഷികമായ സഹായങ്ങൾക്ക് അതീതമായി, മാനുഷിക സഹായങ്ങൾക്ക് ചെയ്യാൻ സാധ്യമല്ലാത്ത സഹായങ്ങൾ നമുക്ക് ചെയ്യുന്ന വലിയവനായവനാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം തിരുവെഴുത്തിൻ്റെ ആരംഭ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം മുതൽ കാണുന്ന വലിയവനായ ദൈവം മനുഷ്യനെ ആത്യന്തികമായി സഹായിക്കുന്ന ദൈവമായിട്ടാണ്.
മനുഷ്യൻ പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്, വീണു പോയിട്ടുണ്ട്. എന്നാൽ ആ സമയങ്ങളിലെല്ലാം ദൈവികമായ സഹായത്താൽ അവനെ തിരികെ കൊണ്ടുവരുന്ന, അവനെ സന്തോഷത്തിലേക്ക് വീണ്ടും നയിക്കുന്ന, അവന് സമാധാനം നൽകുന്ന, അവനെ തലോടുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന വലിയവനായ ദൈവത്തിൻ്റെ സഹായമാണ് നാം തിരുവെഴുത്തിൽ ഉടനീളം കാണുന്നത്. അത്യുന്നതനായ ദൈവത്തിൻ്റെ സഹായമില്ലാതെ ഒരു നിമിഷം പോലും ഭൂമുഖത്ത് ജീവിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അനേക ആളുകൾ വീമ്പിളക്കാറുണ്ട്, ദൈവമില്ല, ദൈവം സഹായിക്കുന്നവനല്ല, ദൈവസഹായം ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ വെറും കെട്ടുകഥകളാണ്, ഇങ്ങനെയൊന്നുമില്ല, ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ തനിയെ ജീവിക്കുന്നു, എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്നൊക്കെ വീമ്പിളക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നത് ദൈവസഹായമില്ലാതെ ഭൂമുഖത്ത് ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കുവാൻ സാധ്യമല്ല എന്ന് തന്നെയാണ്. വൈദ്യശാസ്ത്രം തന്നെ പല രോഗികളെയും കൈയൊഴിയുമ്പോൾ അവസാനമായി ഡോക്ടേഴ്സ് പറയുന്നതായ ഒരു കാര്യം, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം അത്ഭുതം ചെയ്താലല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിവില്ല എന്ന് അവർ പലപ്പോഴും വിധി എഴുതാറുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, മാനുഷികമായ എല്ലാ സഹായങ്ങളും അസ്തമിക്കുന്ന സ്ഥാനത്ത്, മാനുഷികമായ സഹായങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ, ഫലവത്താകാതെ വരുമ്പോൾ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുന്നു. നാം ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തെ അറിയുന്ന വലിയവനായ ദൈവം ആത്യന്തികമായി നമ്മെ സഹായിക്കുന്നവനാണ്. മാനുഷികമായ സഹായങ്ങളെക്കാൾ ഉപരിയായ സഹായം വലിയവനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അത് എത്രയോ വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കോരഹപുത്രന്മാർ പറയുന്നത്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ് കർത്താവ് എന്നുള്ളത്. ചിലപ്പോഴൊക്കെ നാം വിചാരിക്കാറുണ്ട്, എന്നെ സഹായിക്കുവാൻ ആരുമില്ലല്ലോ, ആരും എൻ്റെ അരികിലില്ലല്ലോ, ഞാൻ ആഗ്രഹിക്കുന്നതായൊരു സഹായം എനിക്ക് കിട്ടാൻ യാതൊരു വഴിയുമില്ലല്ലോ എന്നൊക്കെ ഒരു പക്ഷെങ്കിൽ നാം ചിന്തിക്കുന്നു എങ്കിൽ, ദൈവവചനം നമ്മോട് പറയുന്നതായൊരു കാര്യം, നീ ദൈവത്തോട് അടുത്തു വരുന്നുവെങ്കിൽ നിന്നെ സഹായിക്കുന്ന ഒരു വലിയ കരം നിനക്കുണ്ട്. നിന്റെ അരികിലേക്ക് വരുന്ന, നിന്നോട് ഏറ്റവും അടുത്തിരുന്ന് നിന്നെ സഹായിക്കുന്ന, നിന്നെ നന്നായിട്ട് അറിയുന്ന ഒരുവൻ നിന്നെ സഹായിക്കുന്നതിന് നിന്നോടുകൂടെ എപ്പോഴുമുണ്ട്. അത് വലിയവനായ ദൈവമാണ്. അതുകൊണ്ടാണ് 121 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങാതെയും ഉറങ്ങാതെയും നിന്നോടരികിൽ എപ്പോഴും ഇരിക്കുന്നു, നിന്നെ അവിടുന്ന് തലോടുന്നു, ആശ്വസിപ്പിക്കുന്നു. നിന്റെ ഹൃദയത്തിൻ്റെ സകല ചിന്തകളും നിരൂപണങ്ങളും എല്ലാം ആ വലിയവനായ ദൈവം അറിയുന്നു. നമ്മുടെ മനസ്സ് വിഷമിക്കുമ്പോഴും വേദനിക്കുമ്പോഴും നാം വല്ലാതെ പ്രയാസപ്പെടുമ്പോഴും എല്ലാം നമ്മുടെ ഹൃദയ വിചാരങ്ങൾ അറിയുന്ന ആ വലിയവനായ ദൈവം നമ്മോട് ഏറ്റവും അടുത്ത തുണയായിട്ട് നമ്മുടെ അരികിൽ എപ്പോഴുമുണ്ട് എന്നുള്ളത് എത്രയോ വലിയ ഒരാശ്വാസകരമായ കാര്യമാണ്. അതുകൊണ്ട് നാം ഒന്നിനെയും ഭയപ്പെടേണ്ടുന്ന ആവശ്യമില്ല എന്നാണ് വാസ്തവത്തിൽ കോരഹപുത്രന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നവർക്ക് കഷ്ടങ്ങളൊന്നും വരികയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടാകാം. ഒരുപക്ഷെ ലോക മനുഷ്യർ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതലായ കഷ്ടതകളിലൂടെ നാം കടന്നുപോയെന്നിരിക്കാം, മാനസികമായ വിഷമതകളിലൂടെ നാം കടന്നുപോയെന്നിരിക്കാം. എന്നാൽ ആ സമയങ്ങളിൽ നമ്മോട് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന വലിയവനായ ദൈവം നാം അറിയാതെ നമ്മുടെ അരികിലേക്ക് വരുന്നു, നമ്മെ തലോടുന്നു, നമ്മെ ആശ്വസിപ്പിക്കുന്നു, നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നമ്മോട് പറയുകയാണ്, നീ വിഷമിക്കേണ്ട കുഞ്ഞെ, ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്റെ ഉള്ള സ്ഥിതി ഞാൻ അറിയുന്നു, നിന്നെ ഒരുപക്ഷെ സഹായിക്കുവാൻ മറ്റാർക്കും കഴിയുകയില്ല, എന്നാൽ ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ടുന്ന ആവശ്യമില്ല, നിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടറിയാവുന്ന ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ അത് വിശ്വസിക്കുക. നിന്റെ കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണയായി ഞാൻ നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് നീ ഒന്നുകൊണ്ടും പരിഭ്രമിക്കേണ്ടുന്ന ആവശ്യമില്ല. നിന്റെ രോഗാവസ്ഥയിലോ ക്ഷീണാവസ്ഥയിലോ നിന്റെ മാനസികമായ ബുദ്ധിമുട്ടുകളുടെ സമയത്തോ എന്ത് പ്രശ്നം തന്നെ ആയിരുന്നാലും നിന്റെ കൂടെ ഞാനുണ്ട്
ഏറ്റവും അടുത്ത തുണയായിട്ട് ഞാനുണ്ട്. അത് നീ വിശ്വസിക്കുക. ഇന്ന് രാവിലെ ഈ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയ വസ്തുത ഇത് തന്നെയാണ്. ഈ വചനത്തിൽ ആശ്രയിച്ച് ധൈര്യപ്പെടുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് രാവിലെ ഈ വചനം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഉണരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. അവിടുത്തെ സഹായമാണല്ലോ ഈ ഭൂമുഖത്ത് ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കുന്നത്. കർത്താവെ, ഓരോ ദിവസവും അവിടുന്ന് നൽകുന്ന ദാനങ്ങളാകയാൽ ഞങ്ങൾ അവിടുത്തേക്ക് നന്ദി പറയുന്നു. ഇന്ന് രാവിലെ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായത് എന്താണോ അതെല്ലാം അവിടുന്ന് അറിഞ്ഞ് ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യ സഹായം പലപ്പോഴും വ്യർത്ഥമായി തീരുമ്പോൾ അവിടുന്ന് ഉയരത്തിൽ നിന്ന് ഞങ്ങളെ സഹായിക്കുന്ന ദിവ്യമായ സഹായത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കഷ്ടതകളിൽ ഏറ്റവും അടുത്ത തുണയായിട്ട് അവിടുന്ന് കൂടെ ഉള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഭയമില്ലാതെ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്തിൽ ധൈര്യപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഇന്ന് രാവിലെ ഏതെങ്കിലും നിലയിൽ ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഈ വചനം ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവിടുന്ന് അവരെ ധൈര്യപ്പെടുത്തി സഹായിക്കണമേ. അവിടുന്ന് അവരുടെ കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണയാണ് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി അവരെ ഉറപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവേ, ഈ വചനത്തിൽ ആശ്രയിച്ച് ധൈര്യത്തോടെ ജീവിപ്പാൻ ഞങ്ങൾ ഇടയാക്കണമേ. ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം അവരുടെ മേൽ വെച്ച് അവരെ ധൈര്യപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. Yeah.